ഹലോ ക്യാപ്റ്റൻ, താങ്കൾ ഇപ്പോൾ എവിടെയുണ്ട്? ജുമൈറയില്. ജുമേറയിൽ? ഞാൻ ബുർജുൽ അറബിന്റെ തീരത്ത്. ഞാൻ സൂചിപ്പിച്ച നിധിവേട്ടയുടെ ഉറവിടം കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില അടിവേരുകളും. ഓക്കെ, വെരി ഗുഡ്. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ താങ്കളെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. എന്തായാലോ താങ്കളുടെ അന്വേഷണം? പ്രതീക്ഷയുണ്ട്. ഒരു അന്വേഷിയുടെ ഉത്തമ ലക്ഷണം പ്രതീക്ഷയാണ്. സ്വപ്നം കാണുക, ചിന്തിക്കുക, കർമ്മം ചെയ്യുക എന്നാണല്ലോ തത്വം. തത്വം ശരിയാണ്, പക്ഷെ അജ്ഞാതമായ നിധിയെ സ്വപ്നം കാണുക വെറുതെ വിഡിത്തം. അനന്തമായി കിടക്കുന്ന ഈ ആഴിയുടെ അടിത്തട്ടിൽ മുത്തും പൗരവും ഉണ്ടെന്നതാണ് സത്യം. മുത്തെടുക്കാൻ ആഴിയിൽ മുങ്ങാം. ഒടുവിൽ പൊങ്ങാതെ വന്നാൽ നേടിയ മുത്തുകൾ ആഴിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും, അവസാന ശ്വാസത്തിന് വേണ്ടി. ലക്ഷ്യം നേടാൻ മരണത്തിന് നേരെ നടന്നു നീങ്ങിയത് കൊണ്ടാണ് നമ്മുടെ പൂർവികർക്ക് ഇവിടെ പലതും നേടാനായത്. ഞാൻ കാണുന്ന സ്വപ്നം സത്യമാണെങ്കിൽ താങ്കൾക്ക് എന്നെ സഹായിക്കാനാവുമോ? വിഡിത്തമല്ലെങ്കിൽ താങ്കളുടെ സ്വപ്നത്തിൽ ഞാനും പങ്കാളിയാണെങ്കിൽ തീർച്ചയായും 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 യെസ്. Cheers. Cheers. പിന്നീട് ആരും ആ നിധിവേട്ടയ്ക്ക് പോയില്ല? 3 വട്ടം പര്യവേഷണങ്ങൾ നടത്തിയതായി രേഖയുണ്ട്. പക്ഷേ പോയവരാരും തിരിച്ചു വന്നില്ല. തിരിച്ചു വരാൻ ശ്രമിച്ച ഒരാൾ, അയാളും ദിക്കറിയാതെ ഒടുവിൽ പാതി വഴിയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അയാളിൽ നിന്ന് അവശേഷിച്ച ചില രേഖകളിൽ നിന്നാണ് എഴുത്തു ഗുഹയെക്കുറിച്ചും നിധിയെക്കുറിച്ചും പറയുന്നത്. നിധി കൈക്കലാക്കിയ ശേഷമാണ് ആ മരണങ്ങൾ നടന്നതെങ്കിലോ? ഇല്ല, അതിനുള്ള സാധ്യതയില്ല. ഇതുവരെ നടന്ന പര്യവേഷണങ്ങളെല്ലാം തന്നെ ചരിത്ര ഗവേഷണത്തിനുള്ളതായിരുന്നു. ആ ഗവേഷണ ചങ്ങലയിലെ അവസാന കണ്ണിയാണ് പാതി വഴിയിൽ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ചരിത്രരേഖകൾ സാഹസികമായ ഗവേഷണത്തിന്റെ ബാക്കി പത്രമാണ്. തന്നെയുമല്ല, ഈ നിധിയെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും പുലർത്തിയിരുന്നു. പ്രേതം, ഭൂതം, അങ്ങനെ പലതും. അതിനെ അതിജീവിക്കാനുള്ള വിശ്വാസമോ ധൈര്യമോ ഇവർക്കുണ്ടായിരുന്നില്ല. ക്യാപ്റ്റനിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നതും ഈ ധൈര്യവും വിശ്വാസവുമാണ്. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും ധൈര്യവും ഞാൻ ഏറ്റെടുക്കാം, ബട്ട് അണ്ടർ സം കണ്ടീഷൻസ്. പറയൂ ക്യാപ്റ്റൻ, താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? യെസ്, പറയാം. ഞാൻ അല്പം വൈകി. പ്രൊഫസർ ഇരുന്ന് ബോറടിച്ചോ? ഈ അബ്രയുടെ തീരത്തിരുന്നാൽ ബോറടി എന്താണെന്ന് അറിയില്ല. പ്രൊഫസർ എന്നോട് കാണണമെന്ന് പറഞ്ഞു. അതെ, പണ്ട് നമ്മൾ തുടങ്ങി വെച്ച നിധിവേട്ടയില്ലേ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? ചില രേഖകൾ കിട്ടിയിട്ടുണ്ട്. വളരെ രഹസ്യ സ്വഭാവമുള്ളതാ. പിന്നെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ രാംദാസ്, പിന്നെ അയാളുടെ ചില ചിങ്കിടികളും. ഈ ക്യാപ്റ്റൻ ആളെങ്ങനെയാ? ഇന്ത്യൻ ആർമിയിലായിരുന്നു. അവിടുന്ന് പുറത്താക്കി.
കയ്യിലിരിപ്പ് തന്നെ കാരണം. ഇപ്പോൾ ഇവിടെ മൗണ്ടനറിങ്ങിൽ കോച്ചായി ജോലി ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ ക്യാപ്റ്റൻ അവരെ വളരെ വിശ്വാസമാണ്. ഈ യാത്രയിൽ താൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് തൻ്റെ അഭിപ്രായം? കൂടെ നിൽക്കാം, പ്രൊഫസർ ഉണ്ടെങ്കിൽ. ഷാനവാസ് പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 7 വർഷമായി ചരിത്ര പഠനത്തിലും ഭൂമിശാസ്ത്ര ഗവേഷണത്തിലും എൻ്റെ കൂടെ. പിന്നെ അല്പം സാഹസിക ചിന്താഗതി. ലക്ഷ്യം കാണും വരെ കൂടെ നിൽക്കുന്ന പതറാത്ത മനസ്സിൻ്റെ ഉടമ. ഗുഡ്. സന്തോഷ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. 2 വർഷമായി. ചെറിയ കാലം കൊണ്ട് ഏറെ മുന്നിൽ. വിമർശക ബുദ്ധി ഗവേഷണത്തിലും നിരീക്ഷണത്തിലും. ഷാനവാസുമായി ഒരിക്കലും ചേരില്ല. ഒരുതരം പ്രൊഫഷണൽ ഈഗോ, കാഴ്ചപ്പാടുകളുടെ വൈരുദ്ധ്യം. എന്നാലും രണ്ടിനെ ഒരു നുകത്തിൽ കെട്ടണം. കാരണം നമ്മുടെ യാത്രയ്ക്ക് ഇവരൊരു മുതൽക്കൂട്ടാണ്. നൗഷാദ് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ അപസ്മാര രോഗിയാണ്. ഒരു രോഗിയുടെ സാന്നിധ്യം. അതിലേറെ റിസൾട്ട് അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തന്നെയുമല്ല, പണ്ട് ഞങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിധിവെട്ടയുടെ മുഖ്യ സൂത്രധാരൻ അയാളായിരുന്നു. നമ്മുടെ സംഘത്തിലേക്ക് ശേഷിക്കുന്ന 2 പേരെ ഞാൻ നിശ്ചയിക്കാം. പിന്നെ ഈ പിള്ളച്ചനും. റൈറ്റ്. വെൽക്കം മൈ ബോയ്സ്. വൈകിയപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ വരില്ലെന്ന്. യാത്രയെക്കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് ഭയമാണ്. പിന്നീടൊരു കൗതുകം, ഒരുതരം ജിജ്ഞാസ. ഇപ്പോൾ വല്ലാത്തൊരു ആവേശമാണ്, എല്ലാം കീഴടക്കാനുള്ള. മനസ്സിൽ തോന്നിയ ആ ആവേശം കൈവിടിയാതെ സൂക്ഷിക്കണം. കാലവും പ്രായവും ശരീരവുമല്ല, മനസ്സാണ് മുഖ്യം. എന്തും നേടാനുള്ള മനസ്സിന്റെ അടങ്ങാത്ത ചങ്കൂറ്റം അത് നിങ്ങൾക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ 2 പേരും ക്ഷണിച്ചത്. സാറ് കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്കിതൊരു സാഹസിക യാത്രയേ അല്ല, ഒരു ടൂറാണ്. അങ്ങനെ ഈ യാത്രയെ കാണാവൂ. എന്നാലും നമ്മുടെ മുന്നിലെ ദുർഘടമായ പാതയെക്കുറിച്ച് വിസ്മരിക്കുകയോ കുറച്ച് കാണുകയോ അരുത്. ബാക്കിയെല്ലാം ദൈവനിശ്ചയം. തുർക്കികളുടെ അധിനിവേശത്തിൽ നിന്നും രക്ഷ നേടി ഹത്ത മലകളിൽ അഭയം പ്രാപിച്ച അറബികൾ, അവരുടെ പിറകിലെത്തിയ തുർക്കികൾ ആ ഒളിത്താവളത്തിന് ചുറ്റും കാവലേർപ്പെടുത്തി. ആ ഉപരോധത്തിൽ ഒളിവിലുണ്ടായിരുന്ന അറബികൾ പട്ടിണി മൂലമോ പൊരുതിയോ മരിച്ചു. ഈ മേഖലകൾ പ്രകൃതിക്ഷോഭത്തിന് ഇരയായിരുന്നുവെന്നും ചില സൂചനകളുണ്ട്. സുനാമി. അവയുടെ അവശിഷ്ടങ്ങളും രേഖാചിത്രങ്ങളും പഠിക്കാൻ നടത്തിയ പര്യവേഷണങ്ങളിൽ അവസാനത്തേത് എഴുത്തുകളുടെ ഗുഹ കണ്ടുപിടിച്ചു. അക്കാലത്തൊരു ധനികന്റെ സ്വത്തുക്കളുടെ രേഖയാണ് ആ എഴുത്തുകളിൽ അധികവും. വളരെ വിലപിടിച്ച അമൂല്യരത്നങ്ങൾ ആ ഗുഹയിലോ അതിനടുത്തുള്ള സ്ഥലങ്ങളിലോ ഉണ്ടാവാം എന്നാണ് ഇതുവരെയുള്ള എല്ലാ യാത്രകളുടെയും കണ്ടെത്തൽ. അതിലേക്കുള്ള അന്വേഷണമാണ് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശ്യം. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. വെള്ളം, ഭക്ഷണം എന്നിവ വളരെ പരിമിതമാണ്. സ്വന്തം ആരോഗ്യവും സുരക്ഷയും സ്വയം ഉറപ്പാക്കുക. ആരും ആരെയും സഹായിക്കാനുണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. വിഷജീവികളെ അപൂർവമായി കാണാം. പാമ്പ്, തേള്, അങ്ങനെ. വംശനാശം സംഭവിച്ചു എന്ന് പറയുന്ന ഏഷ്യാറ്റിക് ചീറ്റ എന്നറിയപ്പെടുന്ന മരുഭൂമിയിലെ പുലികളെ ഈ അടുത്ത കാലത്ത് കണ്ടതായി ചില റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ സഞ്ചാര നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലമാണിത്. പെട്രോളിംഗ് നടത്തുന്ന ഹെലികോപ്റ്ററുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ
നമ്മുടെ യാത്രയ്ക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. ഈ പ്രോജക്റ്റിന്റെ സൂത്രധാരന്മാരെന്ന നിലയ്ക്ക് നേർപാതി ഞാനും ആനന്ദും വീതിച്ചെടുക്കുന്നു. ശേഷിക്കുന്ന പാതി നിങ്ങൾ ശേഷിക്കുന്നവർക്കായി വീതിച്ചെടുക്കാം. ഈ വ്യവസ്ഥയിൽ പൂർണ്ണമായ മനസ്സോടെ പ്രലോഭനങ്ങളില്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു രേഖയിൽ നിങ്ങൾ ഒപ്പുവെക്കണം. ഈ രേഖയ്ക്ക് കോടതിയിലോ പോലീസിലോ യാതൊരു വിലയുമില്ല. മാത്രമല്ല, ഈ രേഖ നിയമവിരുദ്ധവുമാണ്. എങ്കിലും നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഒരു നിഷേധിക്കാത്ത കോൺട്രാക്റ്റായി ഇത് നമുക്ക് ഉപയോഗിക്കാം. യാത്രയുടെ ചിത്രം എല്ലാവർക്കും വ്യക്തമാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഒരു കോഴിക്കാലിന് വേണ്ടി ഇങ്ങനെ ആക്രാന്തം കൂട്ടിയാൽ ഒരു നിധി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിഴുങ്ങും. എന്താ, തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? തന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ. നിന്റെ ഔദാര്യം കൊണ്ടല്ല, പ്രൊഫസറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ സംഘത്തിൽ ചേർന്നത്. എന്ത് ഗുണം കണ്ടിട്ടാണോ പ്രൊഫസർ? നിനക്കില്ലാത്ത എന്തെങ്കിലും ഗുണം എന്നിൽ കണ്ടിട്ടുണ്ടാവും. എന്ത് അപസ്മാരം? വെറുതെ ഭാരം ചുമക്കാൻ വേണ്ടി. ഹും. എന്റെ ഭാരം നീ ചുമക്കണ്ട. വിഹിതം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ദണ്ണ നിനക്ക്. നിങ്ങൾ പരസ്പരം കലയിക്കാതെ ചർച്ച ആരോഗ്യപരമായിരിക്കണം, അല്ലാതെ വ്യക്തിദോഷം തീർക്കാനുള്ളതല്ല. ചർച്ച ആരോഗ്യകരം തന്നെയാ. ദേ ഇവന്റെ ഈ യാത്രക്ക് ഇവനൊരു ദുസ്സഹനാ. ഞങ്ങൾക്ക് നീയും. പൊന്നും പെണ്ണും മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുത്തുന്ന രണ്ട് വിചാരങ്ങളാണ്. ശരിയാണ്. സത്യത്തിൽ എൻ്റെ ഈ യാത്ര ഇവൾക്ക് വേണ്ടിയാണ്, ഇവളെ സ്വന്തമാക്കാൻ. പെണ്ണിനു വേണ്ടി അംഗം വെട്ടിയവരുണ്ട്, യുദ്ധം ചെയ്തവരുണ്ട്, മരണം വരിച്ചവരുണ്ട്. പല മഹാന്മാരുടെയും ജീവിത വിജയത്തിനു പിറകിൽ സ്ത്രീകളായിരുന്നു. മനസ്സ് തരാത്ത പെണ്ണ് മറഞ്ഞിരിക്കുന്ന പൊന്നുപോലെയാണ്. എൻ്റെ ഈ ജീവിതത്തിൽ ഇവൾക്കുള്ള സ്ഥാനം എന്തായിരിക്കും?
മല കയറി മറുപുറം താണ്ടിയാൽ വീണ്ടും മരുഭൂമി. മരുഭൂമിക്കപ്പുറത്തെങ്ങോ വീണ്ടും ഒരു മല കാണാം. ലക്ഷ്യസ്ഥാനം അതിനടുത്തെങ്ങോ ആണ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്കിവിടെ തങ്ങാം. ഇവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അങ്ങ് അകലെയാണ് നശിച്ചുപോയ പഴയ പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ അവിടേക്ക് എത്ര ദൂരം, എത്ര സമയം എന്നതിന് വ്യക്തമായ സൂചനകളൊന്നുമില്ല. എന്നാൽ പഴയ പട്ടണത്തിനപ്പുറത്തെ മലമുകളിലെ ഗുഹകളിലൊന്നിൽ ചില ചിഹ്നങ്ങൾ കണ്ടിരുന്നതായി പറയുന്നു. അവിടേക്കുള്ള യാത്ര അത് അവിടെ ചെന്നാലേ പറയാനാകൂ. ഇനി അങ്ങോട്ടുള്ള പാതകൾ വളരെ ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം.
മനഃപൂർവ്വം കയ്യിലിടിക്കുന്നതാ. Leave! Leave! Leave it, bloody fools! السلام عليكم. وعليكم السلام. وأين نروح هناك؟ سروف الجبل. سروف. سروف. يا الله. سروف الجبل. يا حمار، شو هذا مسكرة؟ مجنون انت. هناك مشكل، كلهم يجي موت. يا الله يا الله، روح من هنا. يا الله السراء. എന്താ അയാൾ പറയുന്നത്? വിഡ്ഢികളെ, നിങ്ങൾ മരണത്തെ സ്വീകരിക്കാനാണോ പോകുന്നതെന്ന്? നമ്മുടെ മാർഗം ശരിയാണോ എന്ന് ചോദിക്കൂ. ആഹുയ് ഹദാ താരിഖ് സാഹിബ് തഖ്ദ റൂഹ്. تاخذ الروح لكن ما في فايدة يا مجنون. ഇയാൾ പറയുന്നത് മനസ്സിലായോ? മാർഗം ശരിയാണെന്ന്, പക്ഷേ ലക്ഷ്യം നേടാനാവില്ലെന്ന്. يا الله ارجع يا حمار. واجع نفرت. أول راحته هناك ما يجي بعد. നമ്മളോട് മടങ്ങിപ്പോവാൻ.
ഇതുവരെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലാന്ന്. عرف الدقي اجا من هنا عرف طريق എന്താ പറഞ്ഞത്? തിരിച്ചു പോകാനുള്ള വഴി അറിയില്ലേ? എന്തെങ്കിലും സഹായം വേണോന്ന്. നമുക്ക് യാത്ര തുടരാം. അയാളോട് പോകാൻ പറ. സഹായ മനസ്സിന് നന്ദി. ഞങ്ങൾ യാത്ര തുടരാം. وأين تروح هناك إن شاء الله الله قديم. ആ ബദു പറഞ്ഞത് സത്യമായിരിക്കൂ? എന്ത്? ഇതുവരെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്ന്. ആ, എനിക്കറിയില്ല. അതോ ബദു പറഞ്ഞതുപോലെ വല്ല ഭൂതോ പ്രേതോ? തനിക്ക് തന്നെ ചോദിക്കാമായിരുന്നില്ലേ? അറബി പറയാൻ എനിക്കറിയില്ലല്ലോ. എനിക്ക് 9 ഭാഷ സംസാരിക്കാൻ അറിയാം. 9 ഭാഷയിൽ സംസാരിക്കാൻ അറിഞ്ഞിട്ട് എന്താ? ഒരു ഭാഷയിൽ ചിന്തിക്കാൻ അറിയാവോ? ദിനങ്ങൾ എത്ര കഴിഞ്ഞു. അനന്തമായ ഭൂമി നമുക്ക് മുന്നിൽ അന്തമില്ലാതെ കിടക്കുന്നു. ഇറങ്ങി തിരിച്ചത് വിഡ്ഢിത്തമായി എന്ന് തോന്നുന്നുണ്ടോ? ആ ബദു പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ എത്ര വിഡ്ഢികൾ. അത് ഇറങ്ങി തിരിക്കും മുമ്പ് ആലോചിക്കണമായിരുന്നു. നീതിയെന്ന് കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട്. നീ എന്തിനാ വെറുതെ ചൂടാവുന്നേ? അതേടാ, എനിക്ക് ചൂടാ. നീ ആരാടാ അവന്റെ വക്കാലത്ത് പിടിക്കാൻ? ഏയ് ഷാനവാസ്, ചർച്ചകളാവാം ക്രിയാത്മകമായി. പിന്നിട്ട പാതകളെക്കുറിച്ചും ഇനിയുള്ള യാത്രയെക്കുറിച്ചും മാത്രം. ഓക്കേ സന്തോഷ്, ഇറങ്ങിത്തിരിച്ചത് വിഡ്ഢിത്തമാണെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം. ക്യാപ്റ്റൻ, ഞാൻ എല്ലാവരോടുമായി പറയുകയാണ്, ലക്ഷ്യം കാണും വരെ കൂടെ നിൽക്കാൻ ഭയമുള്ളവർക്ക് പിരിഞ്ഞു പോകാം. ദാറ്റ്സ് യുവർ ഓപ്ഷൻ.
സന്തോഷ് സന്തോഷ് ക്യാപ്റ്റൻ സന്തോഷ് 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 പ്രൊഫസർ സന്തോഷ് ക്യാപ്റ്റൻ സന്തോഷ്. താൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? 6 നിന്നും 5 മാറുകയല്ലേ തന്റെ പങ്ക്, അല്ലേ ഷാനവാസ്? നമുക്ക് പോകാം. حبيبي حبيبي وين تروح؟ ما رجد إن خلهم بعد من هنا. وين هذا ثاني نفر؟ هو الرجل عنده ثبيت موت. എന്താ ഇയാൾ ചോദിക്കുന്നത്? സന്തോഷ് മരിച്ചോ അതോ നമ്മൾ അവനെ കൊന്നോ എന്ന്. മരിച്ചു. ഹുവ മൗത്ത്. حيوان. أنا أول حبرت أنت لكن عندما اسمع مجنون الحين شوف اسمع الحين رجع من هنا الحين رجع. എന്താണ് ഇത്? ആർത്തി കാണിക്കാതെ നമ്മളോട് തിരിച്ചു പോവാൻ. കമോൺ, നമുക്ക് പോവാം. يا الله. പിള്ളേച്ച, ഇതേതോ മൃഗത്തിന്റെ കാഷ്ടം പോലെയുണ്ട്. അതെ, ഏതോ വലിയ മൃഗത്തിന്റെ കാഷ്ടം പോലെയുണ്ട്. നമ്മൾ പത്രത്തിൽ വായിച്ചതുപോലെ വല്ല ഏഷ്യാറ്റിക് ചീറ്റയും? ഏയ്, അതൊന്നും ആയിരിക്കില്ലെന്നേ. ഏയ്, പറയാനാവില്ല. സന്തോഷിന്റെ മരണം ഞാൻ ചിന്തിക്കുന്നത് ആ വഴിക്കാ. എന്റെ സംശയം ആ ഒട്ടകമായി നടക്കുന്ന നാടോടിയാണ്. അതോ അയാൾ പറഞ്ഞതുപോലെ നമ്മളിലാരെങ്കിലും? സുഭാഷ്, മൈൻഡ് യുവർ വേർഡ്സ് ആൻഡ് ബി കെയർഫുൾ.
ഏയ്. ദൈവമേ, നീ എത്ര മഹാൻ! ഏയ്. പോടാ. നിങ്ങൾ പറഞ്ഞില്ലേ ക്യാപ്റ്റൻ അന്വേഷിക്കുന്നുണ്ടാവും. സാറ് പൊക്കോ, ഞങ്ങൾ വന്നോളാം. ഏയ്. താൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? 6-ൽ നിന്നും 5-1 മാറുകയല്ലേ തന്റെ പങ്ക്. ക്യാപ്റ്റൻ, ഇവിടെ എന്തോ അപശകനം പോലെ. ഈ രാത്രിയിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും തങ്ങിയാലോ? വെറുതെ വിഡ്ഢിത്തരം പൊലമ്പാതടോ. അതവന്റെ വിധിയാണെന്ന് ചിന്തിക്കേ. നമ്മൾ ഇത്ര പേരുണ്ടായിരുന്നിട്ടും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോ പോയവര് പോയി. പ്രൊഫസർ എന്തിനാ അവനെ ഓർത്ത് നെടുവേർപ്പെടുന്നത്? നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് മുഖ്യം. ഇവൻ പറഞ്ഞതാണ് ശരി. ലക്ഷ്യമാണ് മുഖ്യം. അവിടെ ആര് തളർന്നു, ആര് മരിക്കുന്നു എന്ന് നമുക്ക് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളെ അല്ല. എന്നാലും ഒരു ഉത്തരം ഒളിഞ്ഞിരിക്കുന്നു. നമ്മളിൽ ആരെങ്കിലും ഈ മരണങ്ങൾ ആഗ്രഹിക്കുന്നു. ആരായിരിക്കും അത്? ക്യാപ്റ്റൻ, ലുക്ക്. ആനന്ദ്, ദിനങ്ങൾ പലതും പിന്നിട്ടു. എന്തെങ്കിലും പ്രതീക്ഷകൾ? നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ കയ്യെത്തും ദൂരത്ത് എവിടെയോ ആണ്. എന്തെങ്കിലും നിഗമനങ്ങൾ? നിഗമനങ്ങളല്ല, ചില ചിഹ്നങ്ങൾ. ആനന്ദ്, ചിഹ്നങ്ങളെ പിന്തുടരുന്നത് വെറും വിഡ്ഢിത്തരമാണ്. അവയ്ക്കൊന്നും സ്ഥായിയായ ഭാവങ്ങളെയില്ല. സ്ഥായിയായ ഭാവം ദൈവത്തിന്റെ അസ്തിത്വത്തിന് മാത്രം. ശരിയാണ്. നമ്മളെ ഇങ്ങോട്ട് അയച്ചതും ആ ദൈവനിശ്ചയമാണല്ലോ. കറക്റ്റ്. നന്മയും തിന്മയും ദൈവനിശ്ചയം തന്നെ.
എന്നാലും എവിടെയായിരിക്കും ആ അമൂല്യ ശേഖരം? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഇവന്മാരിത് എവിടെ പോയി കിടക്കുക? അജിയും പിള്ളച്ചനെയും ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവരെ തെരയിലല്ല, നിധി തെരയിലാണ് പ്രധാനം. താൻ പോയി ആ സ്പെയർ ഡിക്റ്റേറ്റർ എടുത്തിട്ട് വാ. അജി, 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 പിള്ളച്ച, പിള്ളച്ച, ആ? അജി എവിടെ? ക്യാപ്റ്റൻ അന്വേഷിക്കുന്നു. അജിയെ കാണാനില്ലെന്നേ. അവനിത് എവിടെ പോയി കിടക്കുന്നു ആവോ? പിള്ളച്ച, നിങ്ങൾ വരുന്നില്ലേ? ഓ, എന്റെ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത. നിങ്ങൾ പൊയ്ക്കോ. പിള്ളച്ച, വയറധികം കാലിയാക്കണ്ട. ഭക്ഷണം പരിമിതമാ. ബധു പറഞ്ഞ പോലെ ഇനിയിപ്പോലെ ഭൂതവും പ്രേതവും. ഛേ, നിങ്ങളും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? നിങ്ങളൊരു പ്രൊഫസറല്ലേ? മനുഷ്യന് ആകാശങ്ങൾ കീഴടക്കുന്ന കാലത്താ ഇയാളുടെ ഭൂതവും പ്രേതവും. പിന്നെ അവൻ എവിടെ? മനുഷ്യന്റെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട്. നമ്മൾ 8 പേരുമായി യാത്ര തുടങ്ങിയതല്ലേ? ഇപ്പോൾ 4 പേരാണ് അവശേഷിക്കുന്നത്. ആനന്ദ്, നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി ചിന്തിക്കുന്നു, ഒരു ഭീരുവിനെ പോലെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇവിടെ ആര് തളരുന്നു, ആര് മരിക്കുന്നു എന്നത് നമ്മുടെ ചോദ്യമേ അല്ല. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം ഒന്ന് മാത്രമാണ്: എവിടെയാണ് ആ നിധി? ഉത്തരം കിട്ടിയാൽ തന്നെയും ആരവശേഷിക്കുമെന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് മടങ്ങാം. ജീവനും ജീവിതവും വെച്ചിട്ട് കളിക്ക് വിഡ്ഢിവേഷം കെട്ടിച്ച് ഒടുവിൽ നീ മനുഷ്യനോട് ജീവന് വേണ്ടി മത്സരിക്കുമ്പോഴാ അവന്റെ ഒരു സ്വപ്നം. താൻ കണ്ട സ്വപ്നം കയ്യെത്തും ദൂരത്ത് സത്യമാണെങ്കിൽ താൻ എന്തിനു ഭയപ്പെടണം? താൻ എന്തിനു പിന്തിരിയണം?
രാവുകൾ പുലർന്നെണീറ്റാൽ താനും ഞാനും കോടീശ്വരന്മാരാണ്. ഓരോ മരണവും നമ്മളെ കൂടുതൽ കൂടുതൽ ധനികരാക്കുന്നു. വേണ്ട ക്യാപ്റ്റൻ, എനിക്കൊന്നും വേണ്ട. ജീവിക്കാനുള്ള ആയുസ് മാത്രം മതി. ജീവിക്കുവാനുള്ള തന്റെ മോഹം അതിപ്പോൾ എന്റെയും കൂടെ ആവശ്യമാണ്. ജീവിക്കുവാനുള്ള മോഹമുണ്ടെങ്കിൽ താൻ എന്നെ അനുസരിക്കണം, ലക്ഷ്യം നേടും വരെ. ക്യാപ്റ്റൻ, ഈ പഴയ നാണയം പണ്ടങ്ങോ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ നാണയം മാത്രം വ്യക്തമായ സൂചന അല്ലെങ്കിലും എഴുത്താണി ചൂണ്ടിയ ആൾരൂപം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിനടുത്ത് എവിടെയോ ആണ്. എന്നാലും എവിടെയായിരിക്കും ആ നദി? കം, മുന്നോട്ട് പോകാം. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, നമുക്കിവിടെ കുഴിച്ചു നോക്കാം. സ്ക്രീനിൽ
മെറ്റലിന്റെ വേവ് റിഫ്ലക്ഷൻസ് കാണുന്നുണ്ട്. ഷാനവാസ്, ക്യാപ്റ്റൻ, പ്രൊഫസർ, ഇതിന്റെ 2/1 അവകാശം എനിക്കുള്ളതാ. അതുകൊണ്ട് തന്നെ ഈ പെട്ടി കൈവശം വെക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. 2/1 അവകാശമോ? അതെങ്ങനെ? നമ്മുടെ കരാറിൽ 2/1 നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ശേഷിക്കുന്നത് ഞങ്ങളിൽ ശേഷിക്കുന്നവർക്കുള്ളതാ. ഞങ്ങളിൽ ശേഷിക്കുന്നത് ഇപ്പോൾ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ നിധിയുടെ നേർപാതി എനിക്കുള്ളതാണ്. അപ്പം മരിച്ചവരുടെ അവകാശം? ഞങ്ങളിൽ ശേഷിക്കുന്നവർ എന്ന നിലയ്ക്ക് അവരുടെ അവകാശവും എനിക്കുള്ളതാണ്. എനിക്ക് മാത്രം. അപ്പോ അവരുടെയൊക്കെ മരണത്തിന്റെ കാരണം നീയായിരിക്കുമല്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം. അതെല്ലാം നിങ്ങൾ എന്തിനു ചെയ്യണം? അവരുടെ എല്ലാം മരണം എന്റെ ഭാഗ്യമാണ്. അവരുടെ എല്ലാം മരണം നിന്റെ ഭാഗ്യമാണ്. എന്നാൽ നിന്റെ മരണം ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇനി നിന്റെ അവകാശം എത്രയാണ്? എനിക്കൊന്നും വേണ്ട ക്യാപ്റ്റൻ. അയ്യോ, എനിക്കൊന്നും വേണ്ട ക്യാപ്റ്റൻ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ജീവിക്കാനുള്ള ആയുസ് മാത്രം മതി. താൻ പണ്ട് പറഞ്ഞ എത്രയോ ശരിയാണ്. ആഴിയിൽ പോയി മുത്തെടുക്കാം. ഒടുവിൽ പൊങ്ങാതെ വന്നാൽ നേടിയ മുത്തും ആഴിയിൽ ഉപേക്ഷിക്കും. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, പ്ലീസ് 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 എന്നെ കൊല്ലരുത്. എനിക്ക് ജീവിക്കണം. പ്ലീസ് പ്ലീസ് ക്യാപ്റ്റൻ, എന്നെ കൊല്ലരുത്. എന്നെ ഇവിടെ കൊണ്ടെത്തിക്കാൻ നിമിത്തമായി നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ജീവിക്കാനുള്ള ആയുസ് തരാം. അവകാശം പറയുന്നില്ലെങ്കിൽ 10/1 ഔദാര്യവും. എന്തു പറയുന്നു? എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. Ha ha ha!